എല്ലാ മാസവും നമ്മൾ നിശ്ചയിക്കുന്ന ദിവസം നമ്മുടെ സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും കൃത്യമായിട്ടും നമ്മൾ നിശ്ചയിക്കുന്ന ഒരു തുക നമ്മുടെ സ്ഥിര നിക്ഷേപത്തിലേക്ക് അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിലേക്ക് പോകുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്കുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിക്കറിംഗ് ഡെപ്പോസിറ്റ് SBI ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് യോനോ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതുപോലെ SBIയിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റിന് നൽകുന്ന പലിശ എത്രയാണെന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നു. മാത്രമല്ല, നേരത്തെ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആരംഭിച്ചവർക്ക് പെട്ടെന്ന് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് ക്ലോസ് ചെയ്യുന്നതെന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള യോനോ SBI മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലാണ് യോനോ ആപ്ലിക്കേഷൻ ഫസ്റ്റ് ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ലോഗിൻ ആയി വരും. നമുക്ക് ആപ്ലിക്കേഷൻ ലോഗിൻ ആയി വരുന്നില്ലെങ്കിൽ നമ്മൾ നെറ്റ്വർക്കിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരിക്കൽ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഇത്തരത്തിൽ വരും. അപ്പോൾ നമുക്കിവിടെ MPIN ഉപയോഗിച്ചിട്ടോ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ചിട്ടോ നമുക്ക് ലോഗിൻ ചെയ്യാം. ഞാനിവിടെ MPIN ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്ത് ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ലോഗിൻ ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് റിക്കറിംഗ് ഡെപ്പോസിറ്റ് നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കണ്ടോ ഇവിടെ ഡെപ്പോസിറ്റ്. അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡെപ്പോസിറ്റ് കാൽക്കുലേറ്റർ, ഫിക്സഡ് ഡെപ്പോസിറ്റ്, അത് കഴിഞ്ഞ് കണ്ടോ ഇവിടെ റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്താണ് നമുക്ക് റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ റിക്കറിംഗ് ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ റിക്കറിംഗ് ഡെപ്പോസിറ്റ് സെലക്ട് ആയി. ഇനി നമുക്കിവിടെ സ്റ്റാർട്ട് ന്യൂ റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ കണ്ടോ സ്റ്റാർട്ട് ന്യൂ റിക്കറിംഗ് ഡെപ്പോസിറ്റ്. അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപയാണോ ഓരോ മാസവും റിക്കറിംഗ് ഡെപ്പോസിറ്റിലേക്ക് നമ്മൾ ഇത് മാറ്റുന്നത് ആ എമൗണ്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്ര മാസത്തേക്ക് അല്ലെങ്കിൽ ഇത്ര പരിധി അങ്ങനെ ഒന്നുമില്ല. നമ്മൾ വിചാരിക്കണം എല്ലാ മാസവും 1000 രൂപ നമുക്ക് റിക്കറിംഗ് ഡെപ്പോസിറ്റിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ എമൗണ്ട് എന്നുള്ളിടത്ത് നമ്മൾ 1000 രൂപ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് 100 രൂപയാണ്. അപ്പോൾ 1000 രൂപയാണ് 1000. അപ്പോൾ ഇനി നിങ്ങൾക്ക് 100 രൂപ മാത്രമേ എല്ലാ മാസവും റിക്കറിംഗ് ഡെപ്പോസിറ്റിലേക്ക് മാറ്റാനുള്ളൂ. നമുക്കൊരു സേവിങ്സ് എന്ന് പറഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ 100 രൂപ സെലക്ട് ചെയ്യും. നിങ്ങൾക്ക് 10,000 ആണെങ്കിൽ 10,000 ഒന്ന് സെലക്ട് ചെയ്യും. അപ്പോൾ ശമ്പളം കിട്ടുന്ന പോകുന്നതാണ്. അപ്പോൾ നമുക്കിത് ഇവിടെ താഴെ കണ്ടോ നമ്മുടെ അക്കൗണ്ട് കാണാം. അവിടെ തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഒന്നിലധികം അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഏത് ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് നിങ്ങൾക്ക് ഡിഡക്റ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഈ 100 രൂപ റിക്കറിംഗ് ഡെപ്പോസിറ്റിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്തു. അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കണ്ടോ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര വർഷത്തേക്കാണ് നമുക്ക് ഈ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. എത്ര വർഷം വരെ നമുക്ക് ഇങ്ങനെ എല്ലാ മാസവും പൈസ റിക്കറിംഗ് ഡെപ്പോസിറ്റിലേക്ക് മാറ്റണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കണ്ടോ 10 വർഷം വരെ നമുക്ക് റിക്കറിംഗ് ഡെപ്പോസിറ്റിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 1 വർഷത്തേക്ക് റിക്കറിംഗ് ഡെപ്പോസിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് 10 വർഷം വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഏത് വേണോ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 1 വർഷം 1 ഇയർ എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്തു. അതിനുശേഷം എത്ര മാസം കൂടെ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വർഷം മാത്രമാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് ഒന്ന് സെലക്ട് ചെയ്യേണ്ട. അല്ലെങ്കിൽ 1 മാസം 1 വർഷവും 1 മാസവും എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 1 വർഷവും 1 മാസവും അതായത് 13 മാസം തുടർച്ചയായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് റിക്കറിംഗ് ഡെപ്പോസിറ്റിലേക്ക് പോകും എന്നാണ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തത്. ഇനി അടുത്ത് ചോദിക്കുന്നത് ഏത് ദിവസമാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് റിക്കറിംഗ് ഡെപ്പോസിറ്റിലേക്ക് പൈസ സെൻഡ് ആവേണ്ടത്. അപ്പോൾ നമുക്കിത് ഇവിടെ കണ്ടോ ഈ കലണ്ടറിൻ്റെ ഒരു ചിഹ്നം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് 5-ാം തീയതി ആയതുകൊണ്ട് ഈ 5-ാം തീയതിക്കകത്തുള്ള ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ ഇന്ന് 27-ാം തീയതി ആണെങ്കിൽ 27-ാം തീയതിക്ക് മുമ്പ് വരെയുള്ള സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു 15-ാം തീയതിയാണ് നിങ്ങൾക്ക് റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആരംഭിക്കേണ്ടതെങ്കിൽ നിങ്ങൾ 15-ാം തീയതി ആകുമ്പോൾ നിങ്ങൾ ഇവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇന്ന് 5-ാം തീയതി ആയതുകൊണ്ട് ഈ 5 അതായത് ഇപ്പോൾ എനിക്കിവിടെ 12 എന്ന് പറഞ്ഞ ഡേറ്റ് സെലക്ട് ചെയ്യാൻ പറ്റാത്തത് ഈ 12 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വരുന്ന 12-ാം തീയതി റിക്കറിംഗ് ഡെപ്പോസിറ്റിലേക്ക് പൈസ സെൻഡ് ആവും. അതാവാതിരിക്കാനാണ് ഇവിടെ ആദ്യത്തെ 4 ദിവസം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 2-ാം തീയതി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത മാസം 2-ാം തീയതി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ റിക്കറിംഗ് ഡെപ്പോസിറ്റിലേക്ക് പോകും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അപ്പോൾ 28-ാം തീയതി ആയാൽ മാത്രമേ അതിന് മുന്നുള്ള ഏതെങ്കിലും ഒരു ഡേറ്റ് സെലക്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എനിക്ക് 2-ാം തീയതി 100 രൂപ ഈ അക്കൗണ്ടിലേക്ക് സെൻഡ് ആവണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഓക്കെ കൊടുത്തു. അപ്പോൾ എല്ലാ മാസവും 2-ാം തീയതി 1 വർഷത്തോളം റിക്കറിംഗ് ഡെപ്പോസിറ്റിലേക്ക് പൈസ ഓട്ടോമാറ്റിക്കായിട്ട് സെൻഡ് ആവും. നമ്മളിനി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതിന് മുന്നേ ഞാൻ കാണിച്ചു തരാം. 2024 ആഗസ്റ്റ് 5-ാം തീയതി എൻ്റെത് മെച്യൂരിറ്റി ആവും. 6.80% ആണ്
ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അത്യാവശ്യം നല്ലൊരു ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു റിവ്യൂ കാണിക്കും. അതായത് നമ്മുടെ പേര്, നമുക്ക് എല്ലാ മാസവും നമ്മൾ റിക്കറൻറ്റ് ഡെപ്പോസിറ്റിലേക്ക് കൊടുക്കുന്ന പൈസ, പിന്നെ എല്ലാ മാസവും 2-ാം തീയതിയാണ് പോകുന്നത്. നമ്മുടെ അക്കൗണ്ട് നമ്പർ, 1 വർഷം 1 മാസ കാലാവധിക്കാണ്. മെച്യൂരിറ്റി ഡേറ്റ് കാണിക്കുന്നുണ്ട്, പലിശ ഡേറ്റ് കാണിക്കുന്നുണ്ട്. മെച്യൂരിറ്റി ആകുമ്പോൾ 1352 രൂപ 45 പൈസ നമുക്ക് തിരികെ ലഭിക്കും. എല്ലാം പക്ക ക്ലിയർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മെച്യൂരിറ്റി ഇൻസ്ട്രക്ഷൻ ക്രെഡിറ്റ് ബാക്ക് ടു അക്കൗണ്ടിലേക്ക്, നമ്മുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് തിരിച്ചു വരുന്നതാണ്. നമുക്കിവിടെ വേണമെങ്കിൽ നോമിനി ഡീറ്റെയിൽസ് നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നോമിനി ഡീറ്റെയിൽസ് ഇവിടെ കാണാം. അപ്പോൾ ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്കിവിടെ താഴെ ഈ എഗ്രി എന്ന് പറഞ്ഞ് ഐ ഹാവ് റെഡ് എഗ്രി, അതായത് നമ്മൾ ഈ കാര്യമെല്ലാം വായിച്ച് മനസ്സിലാക്കി എഗ്രി ചെയ്യുന്നു, ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കാണുന്ന കൺഫൈം എന്ന് പറഞ്ഞ് താഴെയുള്ള വലത് സൈഡ് താഴെയുള്ള ഈ കൺഫൈം എന്ന് പറഞ്ഞ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, കൺഗ്രാജുലേഷൻ, യു ഹാവ് എ സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ് കാണാം. നമ്മുടെ അക്കൗണ്ടിൽ നിന്നും 100 രൂപ പോവുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പം നമ്മൾ ഏത് ഡേറ്റാണോ സെലക്ട് ചെയ്യുന്നത് ആ സ്പോട്ടിൽ നമ്മൾ ഇന്നത്തെ പൈസ പോകും. അതിനുശേഷം ഇനി അടുത്ത മാസമായിരിക്കും പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ഡേറ്റ് ഫസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്കൊരു 10-ാം തീയതിയാണ് ചെയ്യേണ്ടെങ്കിൽ 10-ാം തീയതി മാത്രമേ നിങ്ങൾ റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുകയുള്ളൂ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ 5-ാം തീയതി വരെ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു 20-ാം തീയതി തുടങ്ങണമെങ്കിൽ 20-ാം തീയതി നിങ്ങൾ റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിന് മുന്നേ ഉള്ള ഡേറ്റിനാണെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അടുത്ത് ഓക്കെ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ റിക്കറിംഗ് ഡെപ്പോസിറ്റിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിലേക്ക് 100 രൂപ ആഡായിട്ടുണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും. അപ്പോൾ നമുക്കിതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. ക്ലോസ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത്, അപ്പോൾ നിങ്ങൾ നേരത്തെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ ക്ലോസ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ക്ലോസ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഓക്കെ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം കാണാം. പെനാൽറ്റി ഒന്നും വന്നിട്ടില്ല, പക്ഷെ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് പെനാൽറ്റിയൊക്കെ വരും. അപ്പോൾ ഇനി നമുക്ക് എപ്പോഴും വേണമെങ്കിലും ക്ലോസ് ചെയ്യാം, നമുക്ക് പെനാൽറ്റി ഒന്നും ഇല്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കാം, കൺഫേം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് പൈസ ഡിഡക്റ്റ് ആവും. അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും ഇത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു OTP വരും. ആ OTP കൂടെ നിങ്ങളെടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. യു ഹാവ് എ സക്സസ്ഫുള്ളി ക്ലോസ്ഡ് യുവർ റിക്കറിംഗ് ഡെപ്പോസിറ്റ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ പൈസ തിരിച്ച് ക്രെഡിറ്റ് ആവും എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമുക്ക് റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആരംഭിക്കുകയും ചെയ്യാം, അതുപോലെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നിർത്തുകയും ചെയ്യാം. അല്ലെങ്കിൽ 1 മാസം 1 വർഷം നമ്മൾ എത്ര ദിവസമാണ് ഇടുന്നത് അത്രയും ദിവസം ഈ പൈസ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് റിക്കറിംഗ് ഡെപ്പോസിറ്റിലേക്ക് ട്രാൻസ്ഫർ ആവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.